ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിൻ്റെ അച്ഛൻ വസുന്ധരയെ വിളിക്കാൻ വേണ്ടി ചെല്ലുകയാണ് റൂമിലേക്ക്. നിധി മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ആ സമയത്തൊക്കെ വസുന്ധര ഒട്ടും തന്നെ ദേഷ്യം കുറക്കാതെ തന്നെ എൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ വരണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അവൾ ആ ധിക്കാരി പറയുന്നതാണ് ഇഷ്ടം, എന്നെയല്ല, ഞാൻ പറയുന്ന വാക്കുകൾക്കല്ല നിങ്ങൾ വില കൊടുക്കുന്നത്. അതുകൊണ്ട് ഏട്ടാ എൻ്റെ അടുത്ത് പോയിക്കോളൂ, എനിക്ക് ആരെയും കാണണ്ട, എന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഗൗതമിൻ്റെ അച്ഛനങ്ങ് പറയാണ്, നീ വസുന്ധര, നീ കാര്യം മനസ്സിലാക്ക്, നിന്നോട് ആ നിധി മാപ്പ് പറയാൻ തയ്യാർ. പിന്നെ വസുന്ധര, നീ കരുതുന്ന പോലെ നിധിയല്ല ഗൗതമിൻ്റെ ഭാര്യയായി ഇവിടേക്ക് വരുന്നത്, ആ ശിവാനിയാണ്. അതുകൊണ്ട് അവളെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് നീ ഈ ഒരു നിസ്സാര കാര്യത്തിന് വാശി പിടിക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഗൗതമിൻ്റെ ആയുസിൻ്റെ പ്രശ്നമാണ് ഈ കല്യാണം കൊണ്ട് പരിഹരിക്കാൻ പോകുന്നത്. 30 വയസ്സിനുള്ളിൽ ഗൗതമിൻ്റെ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവന് തന്നെ ആപത്താണെന്നുള്ളത് നീ മറന്നു പോകുന്നു. നീ അവൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് നിനക്കെന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നൊക്കെ അങ്ങ് പറയട്ടോ. പക്ഷേ ഏട്ട, അവൾ എന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ എല്ലാം തന്നെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ. അവൾ ഭയങ്കര അഹങ്കാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവൾ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് ഈ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അതിന് നിധി സമ്മതിച്ചിട്ടുണ്ട്, നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ അവൾ തയ്യാറാണ് എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര ആകങ്ങ് തണുക്കാണ് കേട്ടോ. അവളെൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതം എന്നുള്ള ഭാവത്തിൽ നേരെ താഴേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് വസുന്ധര വരുന്നത്. എന്നിട്ട് വസുന്ധര നേരെ അങ്ങ് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാലുമക്കാല് വെച്ചിട്ട് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് നിധിയുടെ മുഖത്ത് നോക്കി വസുന്ധര ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പേരെന്താ ചോദിച്ചത് കേട്ടില്ലേ എന്നങ്ങ് പറയുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി വസുന്ധരയെ നോക്കാൻ കേട്ടോ. രേണുക പറയാണ്, അവളുടെ പേര് നിധി എന്നാണ് എന്നങ്ങ് പറയും കേട്ടോ. അപ്പോൾ വസുന്ധര പറയണ, പേരൊക്കെ അടിപൊളി തന്നെയാണ്, പക്ഷേ ഇവൾ ആള് ശരിയല്ല, ഇവളൊരു അഹങ്കാരിയാണ്. എന്നിട്ട് കൈ അങ്ങ് ഞൊടിച്ചോണ്ട് പറയും, എൻ്റെ അടുത്തേക്ക് വാ എന്നങ്ങ് പറഞ്ഞ് വിരൽ ചൂണ്ടിയിട്ട് അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിധിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിധി അനുസരിക്കാതെ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഗൗതമിൻ്റെ അമ്മയ്ക്കും അച്ഛനും രേണുകൊക്കെ അങ്ങ് പേടിയാവുന്നുണ്ട്. നിധി എങ്ങാനും വാക്ക് മാറ്റി പറയുമോ, അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങുമല്ലോ എന്നുള്ള പേടിയിൽ നിൽക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, ചെല്ല് വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ല് എന്നൊക്കെ നിധിയോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വസുന്ധര അല്ല, നിങ്ങളൊക്കെ അല്ലേ എന്നോട് പറഞ്ഞത് ഇവളെന്നോട് മാപ്പ് പറയുമെന്ന്, എന്നിട്ടെന്താ ഇവളിപ്പോൾ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് പോലും അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങ് വസുന്ധര പറയുമ്പോൾ ഇവരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയച്ച് വാതിലടച്ച് ചാണകവെള്ളം തെളിക്കേ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു പേപ്പറിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഗൗതമിന് യോജിച്ച ജാതകമുള്ള ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ടെന്ന് എത്രയും പെട്ടെന്ന് അറിയിക്ക് എന്നൊക്കെ അങ്ങ് പറയട്ടോ. അത് കേട്ടപ്പോൾ അവർ ആകെ അങ്ങ് പേടിച്ചു പോവാണ്. അപ്പോൾ രേണുക പറയാണ്, നിധി നിന്നോടല്ലേ പറഞ്ഞത്, അവരത് വിളിക്കുന്നു, നീ അടുത്തേക്ക് ചെല്ല് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ പെട്ടെന്നതൊന്നും അവരുടെ അടുത്തേക്ക് പോകാനൊന്നും മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, കണ്ടില്ലേ ഏട്ടത്തിയല്ലേ പറഞ്ഞ് അവരുടെ വീട്ടുകാരും അവരും ഒക്കെ എല്ലാവരും നല്ല സ്വഭാവമുള്ള ഇത്രയും അഹങ്കാരമുള്ളവൾ ആണോ ഇവൾ? അപ്പോൾ ഇവളുടെ അനിയത്തിയും ഇതുപോലെ അഹങ്കാരം ഉള്ളവൾ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പൈസയും ഉണ്ടായിരുന്നില്ല ഏട്ടത്തി, പക്ഷേ നിങ്ങൾക്ക് ഇത്ര അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് പൈസയുമില്ല, അഹങ്കാരത്തിനിട്ട് ഒട്ടും ഒരു കുറവുമില്ല. ഇവളല്ലേ എന്നോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞത്, എന്നിട്ടല്ലേ ഞാൻ താഴേക്ക് വന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെയെങ്കിൽ ഈ കല്യാണം നടക്കില്ല, എന്നോട് മാപ്പ് പറയാതെ ഒരിക്കലും ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വീണ്ടും അങ്ങ് വസുന്ധര പറയാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ നിന്നും എൻ്റെ ഗൗതം വിവാഹം കഴിച്ചാൽ അവനക്ക് ജോലിയിൽ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. വൃത്തികെട്ട സ്വഭാവമുള്ളവരാണ് ഇവരൊക്കെ. അല്ല, നിങ്ങളുടെ മകളുടെ പേരെന്താന്നാ പറഞ്ഞത്? അപ്പോൾ രേണുക പറയാണ്, ശിവാനി. അത് തന്നെ, അവളും ഇവളുടെ അതേ സ്വഭാവമുള്ളവളാണോ? അല്ല, നിങ്ങളെല്ലാവരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ രേണുക, അല്ല മേഡം, എൻ്റെ മോള് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, എൻ്റെ മോൾക്ക് ഒരു അഹങ്കാരവുമില്ല, പക്ഷേ ഇവൾ
ഇവൾക്ക് അഹങ്കാരമുള്ളത് ഇവളുടെ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവളുടെ അച്ഛൻ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി. അതിൻ്റെ ശേഷമാണ് ഇവൾക്ക് തന്നിഷ്ടത്തിനനുസരിച്ചല്ലേ ഇവൾ ജീവിക്കുന്നത്. അതാണ് ഇവൾക്ക് ഇത്ര അഹങ്കാരം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ ചന്ദ്രി ഒന്ന് പെട്ടെന്ന് തന്നെ ചന്ദ്രിയും നിധിയും ഒന്ന് ഞെട്ടിയിട്ട് തന്നെ രേണുകയെ ഒന്നങ്ങ് നോക്കുക. കാരണം രേണുകക്ക് സ്വന്തം കാര്യം മാത്രം നടക്കണം എന്നുള്ള ചിന്തയുള്ള ഒരു സ്ത്രീ തന്നെയാണ്. എന്നിട്ട് രേണുക വീണ്ടും പറയാണ്, നിധിയെക്കുറിച്ച് അങ്ങ് കുറ്റം പറയാണ്. ഇവള് ഞങ്ങൾ ആരും പറയുന്നതൊന്നും അനുസരിക്കില്ല, അവൾക്ക് അവളുടെ തന്നിഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിധി പറയാണ്, മതി നിർത്ത്, ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ സംസാര വിഷയം, പിന്നെന്തിനാ നിങ്ങൾ അതൊക്കെ ഇവിടെ സംസാരിക്കുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ്. അങ്ങനെ നിധി വസുന്ധരയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് രേണുക അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. നെഞ്ചുവേദന പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് രണ്ട് കൈയും അങ്ങ് നെഞ്ചത്തേക്ക് വെച്ച ശേഷം അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ എന്നങ്ങ് പറഞ്ഞങ്ങ് അഭിനയിക്കാൻ കേട്ടോ. ഇത് കാണുന്നു പാറുവിനാകെ പേടിയും സങ്കടവും വരാൻ കേട്ടോ. എന്നിട്ട് രേണുകയോട് ചോദിക്കുകയാണ്, അയ്യോ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ, ഇങ്ങനെ വേദന വരാറുണ്ടോ? അയ്യോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തരുത്, എനിക്ക് കൂടുതൽ നെഞ്ചുവേദന ആവുന്നു എന്നങ്ങ് പറഞ്ഞ് വീണ്ടും അഭിനയിക്കുമ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവാൻ കേട്ടോ. എന്തായാലും അപ്പച്ചി നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെ അപ്പോഴൊക്കെ അപ്പച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോള് ശിവാനിയുടെ കല്യാണം നടക്കാതെ പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോഴൊക്കെ അമ്മാവനിങ്ങനെ എടുത്തു നിന്നോണ്ട് തന്നെ എന്തു പറ്റി രേണുക, നിനക്ക് എന്താണ് സുഖം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവനിങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, എൻ്റെ മകളുടെ കല്യാണം മുടങ്ങിപ്പോയി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോവും എന്നങ്ങ് പറയട്ടോ. അപ്പോൾ വസുന്ധര പറയണേ, ഇതെന്ത് ഡ്രാമയാണ്, നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ, നിങ്ങളുടെ മകളെയാണോ എൻ്റെ ഗൗതം കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇവിടെ കിടന്ന് മരിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ആംബുലൻസ് വിളിക്ക് ഏട്ടാ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ രേണുക പറയാണ്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോവേണ്ട കേടൊന്നും എനിക്കില്ല, നിങ്ങൾ ഈ ഡ്രസ്സ് അങ്ങ് വാങ്ങിയ ശേഷം ഈ ചടങ്ങ് ഈ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വീണ്ടും രേണുക പറയാണ്, നിങ്ങളൊന്ന് പറ, നിധിയോടൊന്ന് പറ എന്നങ്ങ് പറയുമ്പോൾ അമ്മാവൻ പറയാണ്, മോളെ നിധി നീ നിൻ്റെ പിടിവാശി മാറ്റിയിട്ട് നീ ഇവരോട് മാപ്പ് പറയണം, നീ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയണം, എന്നാലാണ് എൻ്റെ മോൾ ശിവാനിയുടെ കല്യാണം നടക്കുകയുള്ളൂ. ശരി അമ്മാവ, ഞാൻ ഇവരുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞോളാം, ഇനി അമ്മാവൻ ആരുടെ മുന്നിലും ഇനി യാചിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരയുടെ കാല് തൊട്ട് നിധി മാപ്പ് പറയാൻ അങ്ങ് ഒരുങ്ങാൻ കേട്ടോ. ആ സമയത്ത് വസുന്ധര ഗൗതമിൻ്റെ അനിയത്തിയോട് പറയാണ്, നീ ഈ ഫോണിൽ ഇവള് ഇതിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നത് വീഡിയോ എടുക്കണം, എന്നിട്ട് എനിക്ക് ലൈവായിട്ട് തന്നെ ഇത് എല്ലാവരെയും കാണിക്കണം, ഇവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിച്ചത് തിരിച്ച് ഇവൾ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും കാണണം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി നിധിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അപ്പോൾ നിധി പറയണേ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നിങ്ങളും ഞാനും തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷേ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും കാണിക്കണം, അപ്പോൾ എന്നെ എത്രത്തോളം അധികം നിങ്ങൾ താഴ്ത്താനാണ് ശ്രമിക്കുന്നത്, ഒരു തെറ്റും ചെയ്യാതെയാണ് നിങ്ങളുടെ കാല് തന്നെ ഞാൻ പിടിക്കാൻ വരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് അതുമാത്രം പോരാ, പിന്നീട് വീണ്ടും നിങ്ങൾക്ക് അഹങ്കാരമോ, എങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയുകയില്ല, എന്നെ അതിന് കിട്ടില്ല എന്ന് വീണ്ടും നിധി അങ്ങ് പറയുമ്പോൾ അമ്മാവനും അമ്മായിയും എല്ലാവരും അങ്ങ് ആകെ പേടിക്കാൻ കേട്ടോ. വീണ്ടും കല്യാണം മുടങ്ങി പോകുമോ എന്നുള്ള ആ ഒരു പേടിയാണ് അവർക്ക് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ നിധിയുടെ അമ്മ പറയാണ്, മോളെ നീ അവരുടെ കാല് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവരുടെ കാല് പിടിച്ചാലും, കാരണം ഞാൻ നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മയല്ലേ, ഞാൻ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും ആ നിധിയുടെ അമ്മ കാല് പിടിക്കാൻ വസുന്ധരയുടെ കാല് പിടിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ നിധി, വേണ്ട അമ്മ ഞാൻ തന്നെ ചെയ്തോളാം, നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തൊഴുതുകൊണ്ട് തന്നെ അവരുടെ കാല് പിടിക്കാൻ വീണ്ടും നിധിയുടെ അമ്മ പോവാണ്. എന്നിട്ട് പറയണേ, മോളെ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതുവരെയും നമ്മളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാണ്, നീ നിൻ്റെ അമ്മാവനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിന്നോട് ഇപ്പോൾ കാല് പിടിക്കാൻ പറഞ്ഞത്, അത് നിനക്ക് മടിയാണെങ്കിൽ ഞാൻ നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം എന്നങ്ങ് പറഞ്ഞ് നേരെ അങ്ങ് ചന്ദ്രി അങ്ങ് കാല് പിടിക്കാൻ വേണ്ടി വസുന്ധരയുടെ കാല് പിടിക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ അത് നിധിക്ക് അങ്ങ് സഹിക്കില്ല. അങ്ങനെ നിധി അങ്ങ് തടയാണ്, വേണ്ട അമ്മ ഞാൻ തന്നെ
തന്നെ ചെയ്തോളാം എന്നങ്ങ് പറഞ്ഞ് വസുന്ധരയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ലൈവായിട്ട് തന്നെ വീഡിയോ ഇടുകയാണ്. ഗൗതമിൻ്റെ അനിയത്തിയെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അങ്ങനെ വസുന്ധരയുടെ ആ ഒരു അഹങ്കാരത്തിന് നിധിയെ കൊണ്ട് തന്നെ ആ കാല് പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ വസുന്ധര അങ്ങ് നിറവേറ്റണം കേട്ടോ. എന്നിട്ട് സ്റ്റാറ്റസ് ഇടണം എന്നൊക്കെ അങ്ങ് അഹങ്കാരത്തോടു കൂടി പറയാണ്. അങ്ങനെ നിധി കാല് പിടിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമാവാൻ കേട്ടോ. പാറുവിനും അച്ഛനും ഒക്കെ നല്ല വിഷമാവുന്നുണ്ട്. ഗൗതമാണെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കുന്നത് പോലും ഇല്ല കേട്ടോ, വിഷമം കാരണം. അമ്മാവനും നല്ല സങ്കടം വരുന്നുണ്ട്. ഈ സമയത്ത് രേണുവൊക്കെയാണെങ്കിലോ നല്ല സന്തോഷമാവാൻ കേട്ടോ നിധി അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നീട് നിധി പറയാണ്, ഇനി എന്തിനാണ് അപ്പച്ചി ഇങ്ങനെ നെഞ്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? മതി, ഞാനും മാപ്പ് പറഞ്ഞല്ലോ, ഇനി നെഞ്ചിൽ നിന്നും കൈയെടുത്തോളൂ എന്നങ്ങ് പറയണേ. ഇനി ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ അങ്ങ് ചെയ്തോളൂ എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് വസുന്ധരയ്ക്ക് പുടവൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. ഗൗതമിന് കൊടുക്കാനുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. വീട്ടിലെത്തിയ ശിവാനിയുടെ അമ്മ അങ്ങ് നുണയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവിടെ പോയിട്ട് ഈ നിൽക്കുന്ന നിധി നിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അതൊക്കെ ഈ അമ്മ അവിടെ ഉള്ളതുകൊണ്ട് നടന്നില്ല. ഇവളോട് മാപ്പ് പറയണത്ര പോലും വസുന്ധര മേഡം ഇവളോട് മാപ്പ് പറയണമെന്ന് അങ്ങ് പറയട്ടോ. അപ്പോൾ നിധിയുടെ അമ്മ പറയും, എന്തിനാ ഏട്ടത്തി ഇല്ലാത്തത് പറയുന്നത്? നിധിയല്ലേ മാപ്പ് പറയാൻ വേണ്ടി വസുന്ധര പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്താ ഉണ്ടായത് അമ്മ? അവിടെ ഇവൾ കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിന്നെ കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നീ ഒരു കല്യാണം നിശ്ചയിച്ച പെണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടി പോവാതിരുന്നത്. ഇവളെ കൂട്ടി പോയത് കൊണ്ട് എന്തെല്ലാം ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഈ അമ്മ അവിടെ ഉള്ളത് കൊണ്ട് എല്ലാ പ്രശ്നവും സോൾവ് ആക്കി ഇപ്പോൾ നിൻ്റെ കല്യാണം മംഗളകരമായി നടത്തുക തന്നെ ഈ അമ്മ ചെയ്യുമെന്നങ്ങ് പറയട്ടോ. അപ്പോൾ നിധി പറയാണ്, ശിവാനി എനിക്ക് നിന്നോട് യാതൊരുവിധ ദേഷ്യവുമില്ല, പക്ഷേ നീ ഒന്ന് ആലോചിച്ചോ, അവിടെ നീ കല്യാണം കഴിച്ച് ചെന്നാൽ നിനക്ക് അവിടെ ഒരു സുഖവും ഉണ്ടാവില്ല. കാരണം ആ വസുന്ധരാമ അവിടെ ഉള്ളത് കൊണ്ട് നിനക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. അവർ പണത്തിന് മോതെ നടക്കുന്ന ഒരു അഹങ്കാരിയായ സ്ത്രീയാണ്. അവർ പണത്തിൻ്റെ ഭ്രാന്താണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നിന്നെയൊന്നും അവർ സ്നേഹിക്കാനോ നിൻ്റെ വാക്കുകൾക്കൊരു വില തരാനോ പോലും അവർ ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ. നീ അതൊന്നും കേൾക്കണ്ട, ഇവൾക്ക് അസൂയാണ് നിന്നോട് എന്നങ്ങ് ശിവാനിയുടെ അമ്മ പറയണം കേട്ടോ. നിൻ്റെ അമ്മ പറഞ്ഞതങ്ങ് നീ വിശ്വസിച്ച് നടന്നോ? ഇവൾക്കും ഇവളുടെ അമ്മയ്ക്കും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതുകൊണ്ട് അസൂയാണ്. അതുകൊണ്ട് മോളെ നീ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട. ഈ അമ്മ നിനക്ക് നല്ല ആലോചന തന്നെയാണ് കൊണ്ടുവന്നത്. ഇവൾ അങ്ങനെ പലതും പറയും, നീ അതൊന്നും കേൾക്കണ്ട എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നീ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയെ അമ്മയും കൂട്ടി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മാവനും പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഇത് കേട്ടതോടുകൂടി ശിവാനിയുടെ മനസ്സിൽ അങ്ങ് ടെൻഷൻ വരികയാണ് കേട്ടോ. നിധി പറഞ്ഞതൊക്കെ സത്യമാകുമോ എന്നുള്ള ടെൻഷൻ. പക്ഷേ ശിവാനി കല്യാണത്തിൽ നിന്നും പിന്നെയും ഒഴിഞ്ഞു മാറില്ല കേട്ടോ. ആ ഒരു കല്യാണം നടക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് ശിവാനി. പിന്നീട് നിഖിലിൻ്റെ പൈസ കെട്ടാൻ വേണ്ടിയിട്ട് നിധിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 27,000 രൂപ എത്രയും പെട്ടെന്ന് കെട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ നിധി അറിയാവുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, സാർ എനിക്കൊരു 27,000 രൂപ കടം തരുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ, അതിനെന്താ നിധി, ഞാൻ തരാമല്ലോ എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. നിഖിലിൻ്റെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. അത് കേട്ടും കൊണ്ട് അയാളുടെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ആ പൈസ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ പറയണം, എന്തിന് നിധിക്ക് പൈസ കൊടുക്കണം? നിധി ഏത് കാലത്ത് ആ പൈസ തന്ന് വീട്ടാനാണ്? അവൾക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ പൈസ കൊടുക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ എല്ലാവർക്കും തോന്നുമ്പോൾ പൈസ കൊടുത്താലേ നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോവും എന്നൊക്കെ അങ്ങ് പറഞ്ഞ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ അയാളുടെ ഭാര്യ പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ നിധി കേൾക്കുന്നുണ്ടാവും. അങ്ങനെ നിധിക്ക് കാര്യം മനസ്സിലാവാണ്. പൈസ വാങ്ങുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയ നിധി പിന്നെ ഒന്നും മിണ്ടാതെ അവിടുന്ന് സ്കൂട്ടി എടുത്ത് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നിധി പോകുന്നത് അയാൾ കാണാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവാണ് എൻ്റെ ഭാര്യ പറഞ്ഞതെല്ലാം തന്നെ നിധി കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിധി ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോയത് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.